കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അപ്പോൾ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. ദാനിയേലിനെ ദൈവം ഒരു പദവിയിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം രാജാവിന്റെ മനസ്സിന് ദൈവം ആലോചന കൊടുത്തു. ഞാൻ ഈ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി നാം നിലനിർത്തുക, അങ്ങനെയായാൽ നാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ആ വ്യക്തിത്വം, ഐഡന്റിറ്റി നിലനിർത്തേണ്ടത് എന്നുള്ളതാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ കൂടി, അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ സ്വഭാവ ശ്രേഷ്ഠതയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും അത് പകർത്തിയാൽ നാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ, നാം ക്രിസ്തുവിലാകുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കൾ, കർത്താവിന്റെ മക്കളായി തീരുന്നു. കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി നാം തീരുന്നു. നാം കർത്താവിനും കർത്താവ് നമ്മിലും വസിക്കുന്നു. അങ്ങനെ നല്ലൊരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ നാം എങ്ങനെ കർത്താവിൽ വസിക്കണം എന്നാണ് പറയുന്നത്. അത് ദാനിയേലിന്റെ സ്വഭാവത്തിൽ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ദാനിയേൽ ഏതാണ്ട് 16 വയസ്സുള്ളപ്പോഴാണ് ബാബേലിലേക്ക് യെരുശലേമിൽ നിന്ന് കുറെ പേരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയപ്പോൾ ദാനിയേലും തൻ്റെ കൂട്ടുകാർക്കും അവിടെ പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഫിസിക്കലി നല്ല കാണുവാൻ സൗന്ദര്യമുള്ളവരെ, നല്ല വിവേകവും ജ്ഞാനവും ഉള്ളവരെയൊക്കെ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ദാനിയേലും. എന്നാൽ അങ്ങനെ ഉള്ളവരെ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ആക്കേണ്ടതിന് അവർക്ക് ജ്ഞാനവും വിദ്യയൊക്കെ അഭ്യസിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ദാനിയേലും ഉണ്ടായിരുന്നു. അപ്പൊ ദാനിയേലിന്റെ 3 കൂട്ടുകാരും ഇങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ പാർത്ത് ബാബിലോണിലെ ഭാഷയും അവിടുത്തെ വിദ്യയും ജ്ഞാനവും ഒക്കെ പഠിക്കുവാൻ തക്കവണ്ണം ദാനിയേലിനെയും കൂട്ടുകാരെയും തിരഞ്ഞെടുത്തു. അപ്പോൾ അവർക്കൊരു പ്രിവിലേജ് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ, രാജാവിന്റെ ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് കഴിക്കുവാൻ പറ്റും. രാജാവിന്റെ ഭക്ഷണം കഴിക്കുക, രാജാവിന് കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാം. അതുപോലെ തന്നെ രാജാവ് കുടിക്കുന്ന വീഞ്ഞ് അവർക്ക് കുടിക്കാം. അങ്ങനെ ഒരു പ്രിവിലേജ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ബാലകന്മാർക്ക് കൊടുത്തു. എന്നാൽ ദാനിയേൽ കൂട്ടരും എന്തോ ചെയ്തു. ദാനിയേൽ എങ്ങനെയാണ് ഇങ്ങനെ നല്ലൊരു ആഹ്വാനം, ഇങ്ങനെ നല്ലൊരു പ്രിവിലേജ് അവർക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിച്ചോണ്ട് ഇങ്ങനെ ലഭിച്ചപ്പോൾ ബാലനായ ദാനിയേൽ എന്ത് ചെയ്തു? അതാണ് ഞാൻ ഒന്നാമതായിട്ട് ചിന്തിക്കുക. ദാനിയേൽ എങ്ങനെയാണ്, ദാനിയേലിന്റെ 3 കൂട്ടുകാരും എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്? ആ സാഹചര്യത്തിൽ ദാനിയേൽ ദൈവത്തിന്റെ പ്രമാണത്തിലും ദാനിയേൽ വിശ്വസ്തനായിരുന്നു. അവിടെ പറഞ്ഞത്, ഹി വാസ് ലോയൽ ടു ഹിസ് ഗോഡ് ആൻഡ് ഹിസ് ലോസ്. ദൈവത്തിന്റെ പ്രമാണത്തിലും ദൈവത്തിലും വിശ്വസ്തനായിട്ട് നിന്നു. എങ്ങനെ നിന്നു? അവിടെ കൊട്ടാരത്തിൽ കൊടുക്കുന്ന, അതായത് അവർക്ക് നല്ല ഭോജനം കൊടുക്കണം, രാജാവ് കഴിക്കുന്ന നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കണം, വീഞ്ഞ് കൊടുക്കണം എന്നൊക്കെയായിരുന്നു.
അങ്ങനെ 3 വർഷക്കാലം അവരവിടെ താമസിച്ചിട്ട് 3 വർഷം കഴിയുമ്പോൾ രാജാവ് അവരെ ടെസ്റ്റ് ചെയ്യും. രാജാവിന് ഉപദേശകരായിട്ടൊക്കെ തീരുവാൻ തക്കവണ്ണമുള്ള സൗന്ദര്യവും അല്ലെങ്കിൽ ജ്ഞാനവും വിദ്യയൊക്കെ അഭ്യസിച്ചോ എന്ന് രാജാവ് അവരെ ടെസ്റ്റ് ചെയ്യും. എന്നാൽ ഈ ദാനിയേൽ കൂട്ടർ ഒരു തീരുമാനമുണ്ട്. അവരെന്താണ് തീരുമാനിച്ചത്? നമുക്ക് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ ദാനിയേലിന്റെ പുസ്തകം അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതായത് രാജാവ് കൊടുക്കുന്ന ഭോജനവും വീഞ്ഞും കൊണ്ട് തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. എന്താണ് ദാനിയേൽ അങ്ങനെ തീരുമാനിക്കാൻ കാരണം? തങ്ങളുടെ ഇസ്രായേൽ മക്കളുടെ പ്രമാണങ്ങളെ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾ നോക്കുമ്പോൾ ശുദ്ധമായ സാധനങ്ങളുമുണ്ട്, അശുദ്ധമായിട്ടുള്ളതുമുണ്ട്. എന്തൊക്കെയാണ് ശുദ്ധമായിട്ടുള്ളത്, എന്തൊക്കെയാണ് അശുദ്ധമായിട്ടുള്ളത് എന്ന് ഒരു ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അശുദ്ധമായതൊന്നും കഴിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ വിളമ്പുന്ന ആഹാരം എന്ന് പറയുന്നത് ഈ ബാബിലോണിലെ ദേവന്മാരുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഇവിടെ കൊടുക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഇവർക്ക് തിന്നുവാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് രാജാവ് ദാനിയേൽ വിചാരിച്ചു, അങ്ങനെയുള്ള ഒരു ആഹാരം അശുദ്ധമായി ഒന്നും കഴിച്ച് തങ്ങളുടെ ദൈവത്തെയോ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെയോ നിന്ദിക്കുവാൻ ദാനിയേല് നിന്ദിക്കയില്ല എന്ന് ദാനിയേല് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ദാനിയേൽ താൻ ഭജിച്ചു വന്ന തന്റെ സത്യ ദൈവത്തെ, എന്റെ പ്രമാണങ്ങളെയും ദൈവത്തെ ഓണർ ചെയ്യുവാൻ ദാവീദ് തീരുമാനിച്ചു. അപ്പോൾ നാം ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു നമ്മിലും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിശ്വസ്തയോടുകൂടി നാം ആചരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അതാണ് ദാനിയേൽ അവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നാം ക്രിസ്തുവിലാണെങ്കിൽ നാം ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം അനുഷ്ഠിക്കുവാന്, അതായത് ദാനിയേൽ ഇപ്പോൾ ആയിരിക്കുന്ന സ്വന്തം സ്ഥലത്തല്ല, അടിമയായിട്ട് വേറൊരു രാജ്യത്തിലാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന രാജ്യത്താണ്, രാജാവ് കൊട്ടാരത്തിലാണ്, രാജാവിന്റെ കൽപ്പനയാണ് ഇത്. എന്നാൽ രാജാവിന്റെ കൽപ്പനയെ മറുതലിക്കുവാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദാനിയേലിന്റെ 3 കൂട്ടുകാരും തീരുമാനിച്ചു. കാരണം വിശ്വസ്തയോടെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ദാനിയേൽ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നാം ഏത് സാഹചര്യത്തിലാണെങ്കിൽ ദൈവത്തോടും ദൈവം നമുക്ക് തരുന്ന പ്രമാണത്തോടും വിശ്വസ്തത ആചരിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ ഈ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വായിക്കാം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ ചിന്തിച്ചു എന്ന് അവിടെ എഴുതിയേക്കുന്നു. ദാനിയേൽ ഹൃദയത്തിൽ ചിന്തിച്ചു എന്ന്. ദാനിയേൽ ഇങ്ങനെ ഉടനെ ഒന്നും പറഞ്ഞുകൊണ്ട് നടന്നില്ല. ഞങ്ങൾ ഇത് എങ്ങനെയാണ് കഴിക്കുന്നത്, എന്തോ വേണം, അങ്ങനെ ഞങ്ങൾക്ക് ഇത്. ദാവീദ് ആദ്യം തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ദാവീദ് തന്റെ ഹൃദയത്തിലാണ് ഒരു തീരുമാനമെടുത്തത്. കാരണം ദാവീദിന് നമ്മുടെ ഹൃദയം സകല കപടവും നിറഞ്ഞതാണ്. നമ്മുടെ ഹൃദയത്തിലാണ് തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതിന് ശേഷമാണ് അത് പുറത്തു വരുന്നത്. ദാനിയേൽ പലതവണ ചിന്തിച്ചു കാണും, ഞാൻ എന്തോ തീരുമാനിക്കണം, ഞാൻ എങ്ങനെ തീരുമാനം എടുക്കും. രാജകൽപ്പന മറുതലിച്ചാൽ തങ്ങളെ കൊല്ലുക തന്നെ ചെയ്യും. കാരണം ബാബിലോണിന് അടിമകളായിട്ട് കൊണ്ടുവന്നവരാണ്. തങ്ങളെ കൊല്ലുക തന്നെ ചെയ്യും. എന്നാലും താൻ മനസ്സിൽ ഒരു തീരുമാനം എടുത്ത്, ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? ഇത് കഴിച്ച് ഞാൻ അശുദ്ധനാകയില്ല, എന്റെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഞാൻ നിഷേധിക്കയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചു. നമ്മുടെ ഹൃദയത്തിലെ തീരുമാനങ്ങളാണ് നമുക്ക് പ്രവൃത്തിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് പ്രോവേർബ്സ് 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകല ജാഗ്രതയോടും
നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് അവിടെ പറയുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന്. കാരണം നമ്മുടെ ഹൃദയമാണ് സകല പാപ പ്രവൃത്തികളുടെ ഉറവിടം. നമ്മുടെ ഹൃദയമാണ്. സകല ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകള്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഇമോഷൻസ്, അതെല്ലാം നമ്മുടെ പ്രവൃത്തികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നല്ല ചിന്തകളാണെങ്കിൽ അത് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മോശമായ ചിന്തകളാണെങ്കിൽ അത് നമ്മളെ തിന്മ പ്രവൃത്തിയിലേക്ക് ആ ചിന്തകൾ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമ്മുടെ മനസ്സിന്റെ ചിന്തകള് അതെല്ലാം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ വിവേകത്തെ എല്ലാം കീഴടക്കിക്കൊണ്ട് പ്രവർത്തിക്കും. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്ത എന്ന് നാം കൺട്രോൾ ചെയ്തില്ല എങ്കിലും. ദൈവവചനം സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു എന്ന്. ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ ആകുന്നു എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രവൃത്തിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് സകല ജാഗ്രതയോടും കൂടെ നാം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ദാനിയേൽ ഇവിടെ പറയുന്നത്, അവൻ മനസ്സിൽ തീരുമാനിച്ചു. അവൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. അവൻ എന്ത് ഭവിഷ്യത്തുകൾ വരുമെന്ന് അവൻ ചിന്തിച്ച്, തീർച്ചയായിട്ടും അവന് അറിയാം എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാകുന്നതെന്ന് അവന് അറിയാം. എന്നാൽ അവന്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുത്തു. അവനങ്ങനെ തീരുമാനം എടുത്തപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും, കർത്താവ് അവനോട് ചേർന്ന് നിന്നു. കർത്താവിന്റെ യഹോവയായ ദൈവം അവനോട് ചേർന്ന് നിന്നു. അവന് സാഹചര്യങ്ങളെയൊക്കെ അവനോട് കരുണയും അവനോട് ദൈവവും തോന്നത്തക്കവണ്ണം ഒഫീഷ്യൽസിന്റെ ഒക്കെ മനസ്സിനെ യഹോവയായ ദൈവം അവിടെ മാറ്റുന്നു. യഹോവയായ ദൈവം അവരുടെ മനസ്സിനെ, അവന് ഇൻചാർജ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സ് ഇവനോട്, ഈ ബാലന്മാരുടെ കരുണയും ദയയും തോന്നത്തക്കവണ്ണം അവരുടെ മനസ്സിന് ദൈവം അവിടെ മാറ്റുന്നതായിട്ട് കാണാൻ കഴിയും. അത് നമുക്ക് ഇവിടെ തന്നെ 1-ാം അധ്യായത്തിന്റെ ഇവിടെ കിടക്കുന്നത്, Daniel purposed in heart that he would not defile himself with the king's delicacies nor with the wine. അവൻ തീരുമാനിച്ചു, എന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ദൈവഹിതപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഒരു പക്ഷെ ദൈവത്തിന് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ ലോകത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മൾ ചില പ്രതികൂല സാഹചര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുമായിരിക്കാം, നമ്മൾ നിന്ദിക്കപ്പെടുമായിരിക്കാം. എന്നാൽ നമ്മൾ ഓർക്കണം, അവിടെയെല്ലാം ദൈവിക തീരുമാനങ്ങളാണ്, ദൈവത്തിന് ഹിതപ്രകാരമുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് കൂടെ കാണും. ഇവിടെ ദാനിയേലിനോട് അവിടെ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അപ്പോൾ ഇവരങ്ങനെ പറഞ്ഞു, ഞങ്ങളൊരു 10 ദിവസം ഒന്ന് പരിശോധിച്ച് നോക്കേ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആഹാരം ഞങ്ങൾക്ക് വെജിറ്റബിൾസും വെറും വെള്ളവും മതി. 10 ദിവസം ഞങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്ക്, എന്നിട്ട് ഒന്ന് പറ ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ അവരുടെ ഇൻചാർജ് ഉള്ള മനുഷ്യർ അതുപോലെ, ആ മനുഷ്യൻ ഇവരോട് ദയയും കരുണയും തോന്നിട്ട് അതുപോലെ അയാളത് അനുസരിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖം നോക്കിയപ്പോൾ അത് എങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും 20-ാമത്തെ വാക്യവും അവിടെ എഴുതിയിരിക്കുന്നത്, 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ ബെൽഷസ്സർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞ് നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിനും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ പറയുന്നത്, രാജാവ് അവരോട് ജ്ഞാനവിശേഷ സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെ എല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ,
ദൈവത്തെ മാനിക്കുവാന് അവരുടെ ഹൃദയത്തിൽ അവർ ചിന്തിച്ച് അവര് ആ തീരുമാനം എടുത്ത് ആ തീരുമാനം തങ്ങളുടെ മുന്നിലുള്ളവരെ അറിയിച്ചപ്പോഴും യഹോവയായ ദൈവം അവരോട് കൂടെ ചേർന്നിരുന്നു. അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് മറ്റുള്ള രാജകീയ ഭോജനം കഴിക്കുന്ന ബാലന്മാരിലും ഇവര് മാംസപുഷ്ടിയുള്ളവരാണെന്ന് കണ്ടു, അഴകുള്ളവരായി തീർന്നു എന്ന് കണ്ടു. അത് തന്നെയെല്ലാം സകല വിദ്യയിലും ജ്ഞാനത്തിലും സാമർഥ്യമുള്ളവരാണ്, നിപുണതയും സാമർഥ്യമുള്ളവരായെന്ന് കണ്ടു. അത് തന്നെയെല്ലാം ദാനിയേല് സകല സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വ്യാഖ്യാനിക്കുവാനുള്ള കൃപ ലഭിച്ചതായിട്ടും കണ്ടു. അതുതന്നെയെല്ലാം മറ്റുള്ളവരെക്കാട്ടിലും തൻ്റെ രാജ്യത്ത് എല്ലായിടവുമുള്ള വിദ്വാൻമാരിലും മന്ത്രവാദികളിലും എല്ലാം അതിവിശിഷ്ടരായി 10 ഇരട്ടി വിശിഷ്ടതയുള്ളവരായി ഇവരെ കണ്ടു. ഇതെന്താണ് കാരണം? അവർ ക്രിസ്തുവിനുള്ള അവരുടെ ഗുണവിശേഷം ക്രിസ്തുവിലായിരുന്നപ്പോൾ, ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയുടെ ചുമതല എന്ന് പറയുന്നത് ദൈവത്തെ എല്ലാ തരത്തിലും മാനിക്കുക. അവരുടെ ഹൃദയത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ദൈവഹിതകരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സഹായിക്കും. അതാണ് ഇതിനകത്ത്. അതുകൊണ്ട് ഇതിന്റെ വൃത്താന്ത പുസ്തകത്തിൽ 2 Chronicles അതിന്റെ 16-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ കണ്ണുകൾ തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് എല്ലായിടും ഊടാടി സഞ്ചരിക്കുന്നുവെന്ന്. തങ്ങൾ ഏകാഗ്രതയോടുകൂടി തങ്ങളുടെ ദൈവത്തിലേക്ക് മാത്രം കണ്ണുകളെ ഉയർത്തുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി, അവരുടെ സൈഡിൽ നിൽക്കുവാൻ വേണ്ടി യഹോവയുടെ കണ്ണുകൾ, ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിതാവായ ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായിടവും ഊടാടി തനിക്ക് വേണ്ടി ഏകാഗ്ര ചിത്തരായവരുണ്ടോ? അവരെവിടെയാണ്? അവർക്ക് അവരുടെ കണ്ണുകൾ എങ്കിലേ കാണോ? അങ്ങനെയെങ്കിൽ അവരെ വിടിയിക്കുവാൻ വേണ്ടി, അവരെ രക്ഷിക്കാൻ വേണ്ടി എല്ലായിടവും നമ്മുടെ ദൈവത്തിന്റെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പ്രതികൂല സാഹചര്യത്തില് നമുക്ക് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള നമ്മുടെ ആ പഴഞ്ചൊല്ല് അനുസരിച്ചാണോ നമ്മൾ പോകുന്നത്? അല്ലെങ്കിൽ അതോ നമുക്ക് ക്രിസ്തുവിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് ഞാൻ ഇവിടെ കാക്കും എന്നുള്ള തീരുമാനമാണോ നമ്മൾ എടുക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ. മൂന്നാമതായിട്ട്, ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. വളരെയധികം താഴ്മയുള്ള മനുഷ്യനായിരുന്നു ഈ ദാനിയേൽ. നമുക്ക് താഴ്മ, ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത താഴ്മയാണ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. അവൻ താഴ്മയുള്ളവരെ അവൻ ഉയർത്തുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. ഒരു സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി രാജാവ് കണ്ട നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം രാജാവ് അങ്ങ് മറന്നുപോയി. രാജാവ് മറന്നുപോയപ്പോൾ അവിടുത്തെ ബാബിലോണിലെ സകല ആഭിചാരകരെയും മന്ത്രവാദികളെ ഒക്കെ വിളിച്ചപ്പോൾ രാജാവ് അവർക്കൊന്നും വെളിപ്പെടുത്താൻ കഴിയാഞ്ഞപ്പോൾ എല്ലാ മന്ത്രവാദികളെയും കൊല്ലുവാൻ വേണ്ടി അവിടെ ആഞ്ഞ് പുറപ്പെട്ടപ്പോൾ ദാനിയേലും എല്ലാ മന്ത്രവാദികളെയും വിദ്വാൻമാരെയൊക്കെ കൊല്ലണമെന്ന് ആഞ്ഞ് പുറപ്പെട്ടപ്പോൾ ദാനിയേലും കൂട്ടുകാരും അവർക്കും അത് സംഭവിക്കുമെന്ന് കരുതി ദാനിയേൽ അവിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് ചോദിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദാനിയേൽ അവിടെ പറയുന്നുണ്ട്. ദാനിയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് ദാനിയേൽ കൂട്ടുകാരും എന്തോ ചെയ്തു? അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു, ദൈവത്തോട് അവര് അപേക്ഷിച്ചു. 2-ാം അധ്യായത്തിന്റെ 18-ാം ദാനിയേലും 2-ന്റെ-18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന്റെ രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേലും കൂട്ടരും എന്തോ ചെയ്തു? അവര് 4 പേരും കൂടെ കർത്താവിനോട് കരുണയ്ക്കായിട്ട് അപേക്ഷിച്ചപ്പോൾ ദാനിയേലിനെ രാജാവ് കണ്ട സ്വപ്നം എന്താണെന്ന് ദാനിയേലിന് യഹോവയായ ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് സംഭവിച്ചത്? രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ രാജാവ് അവിടെ ചോദിക്കുന്നുണ്ട്, ദാനിയേലിനുള്ള സ്വപ്നം വിവരിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ദാനിയേൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദാനിയേലിന്റെ പുസ്തകം 2-ന്റെ-27-ാം വാക്യം. അവിടെ ദാനിയേൽ പറഞ്ഞത്, ദാനിയേൽ രാജസ്ഥാനത്തിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും
ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശമനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അവന് ദൈവ സ്വപ്നം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ രാജാവ് ചോദിക്കുമ്പോൾ പറയുന്നു, ഒരു മനുഷ്യർക്കും ഇത് വെളിപ്പെട്ട് കിട്ടുകയില്ല. ഒരു മനുഷ്യർക്ക് ഈ സ്വപ്നം എന്താണെന്ന് മനസ്സിലാകത്തില്ല, അറിയാൻ പറ്റുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അത് വെളിപ്പെടുത്തി തരുവാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ നാമത്തിന് അവനോട് താഴ്മയോട് അവനറിയാം. സ്വപ്നം കണ്ടു എന്താണ്? ദൈവം രാത്രി ദർശനത്തിൽ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. എന്നാൽ ദാനിയേൽ പറയാണ്, മനുഷ്യർക്കാർക്കും അത് അത് വെളിപ്പെട്ട് കിട്ടുകയും സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അത് വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ദാനിയേൽ ദൈവത്തിന്റെ നാമത്തിന് വളരെ താഴ്മയോടുകൂടി ദൈവനാമത്തിന് അവിടെ മഹത്വം കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദാനിയേലിന് വേണമെങ്കിൽ ഇതാണ് സ്വപ്നമെന്ന് പറയാമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അത് അറിയിച്ചു തരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് താൻ രാജാവ് കണ്ട സ്വപ്നത്തെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒരു താഴ്മയുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഈ ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ക്രിസ്തുവിനായിരിക്കുന്ന ഒരു വ്യക്തി താഴ്മയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് എന്താണ്? സുവിശേഷം 11:29 കർത്താവ് തന്നെ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായ എന്നിൽ നിന്ന് നിങ്ങൾ പഠിപ്പിന്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പിൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നു. ദൈവജനത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ലീഡർ നമ്മുടെ കർത്താവ്. അത് കഴിഞ്ഞിട്ട് മോശ, ഇവരൊക്കെ വലിയ ലീഡേഴ്സ് ആയിരുന്നു. എന്നാൽ ദൈവജനം പറഞ്ഞ മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ഭൂതലത്തിൽ എങ്ങും ഉണ്ടായിരുന്നില്ല എന്ന്. നമ്മുടെ കർത്താവ് സൗമ്യതയും താഴ്മയുള്ളവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവരാജ്യത്തിന്റെ മക്കളായിരിക്കുമ്പോൾ നമ്മളത് ഓർത്തുക, നമ്മൾ താഴ്മയുള്ളവരാണ്. താഴ്മയുള്ളവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ജീവിതം? താഴ്മയുള്ള ഒരു ജീവിതത്തിലാണോ നാം വസിക്കുന്നത്? നാം ജീവിക്കുന്നത് താഴ്മയുള്ള ഒരു ജീവിതമാണോ നമുക്കുള്ള? ദാനിയേൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അടുത്തതായിട്ട് ദാനിയേലിന്റെ he was a man of prayer. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ സ്വപ്ന വ്യാഖ്യാനം, സ്വപ്നം എന്തെന്ന് ആർക്കും അറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ ഉടനെ തന്റെ കൂട്ടുകാരെയും വിളിച്ച് ദൈവസന്നിധിയിൽ ചെന്നപ്പോഴാണ് ദാനിയേലിന് ദൈവം ആ സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തത്. ദാനിയേൽ രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് ദാനിയേലിനെ സിംഹക്കൂട്ടിലിടാൻ പോയപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? അതും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദാനിയേൽ എന്താണ് ചെയ്തത്? 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലുള്ള ദാനിയേൽ പതിവ് പോലെ 6:10 പറയുന്നു, തനിക്കെതിരായി രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. ആ യെരൂശലേമിന് നേരെ, ഇവരിവിടെ പ്രവാസികളാണ്, അവര് പ്രാർത്ഥിക്കുമ്പോൾ യെരൂശലേമിന് നേരെ അവരുടെ ജനലുകളൊക്കെ തുറന്ന് യെരൂശലേമിനെ നോക്കിയായിരുന്നു അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പതിവ് എന്നും ചെയ്യുന്നത് പോലെ തന്നെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പരീക്ഷ വേളയില്, ആ വേദനയില്, ആ പ്രതികൂലത്തില് തന്നെ സിംഹക്കൂട്ടിലാണ് അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ കൂടുതലായിട്ട് പരമേശ്വരൻ ഒന്നും പിടിച്ചില്ല. പതിവ് പോലെ തന്നെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഇവിടെ അതുതന്നെയല്ല, ദാനിയേലിന്റെ ഈ പുസ്തകം 9-ഉം 10-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ തന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെയും തന്റെയും പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ദേശത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഭാവി കാര്യങ്ങളൊക്കെ യഹോവയായ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വീണ്ടും 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ദാനിയേൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രാർത്ഥനയാണ്. 9-ാം അധ്യായം മുഴുവനും പ്രാർത്ഥനയാണ്. എന്നാൽ അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ നീതി പ്രവർത്തികളല്ല നിന്റെ കരുണയിൽ അത്ര ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദാനിയേൽ. പ്രോവർബ്സ് 18-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു.
യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഏത് ഘട്ടത്തിലും പ്രതികൂലങ്ങളില് പ്രശ്നങ്ങളുടെ മധ്യയെല്ലാം ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? എപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങളുടെ എല്ലാ വേളകളിലും കർത്താവുമായിട്ട് പൗലോസ് പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മുടെ പൗലോസ് അപ്പോസ്തലനെ പറ്റി പറയുമ്പോൾ പൗലോസിനെ വെളിപ്പെട്ടതിന് ശേഷം 3 ദിവസം കണ്ണു കാണാതെ ഇരുന്നു. അപ്പോൾ കർത്താവ് അനന്യാസ് എന്ന് പറഞ്ഞൊരു ഭക്തനായ പുരുഷന് വെളിപ്പെട്ടിട്ട് ഇങ്ങനെ അനന്യാസിനോട് പറയുന്നുണ്ട്, നീ പൗലോസിന്റെ അടുത്ത് പോകണം. അവൻ നേർവീതിയില് എന്ന സ്ഥലത്ത് യൂദായുടെ ഭവനത്തില് തർസോസുകാരനായ ഒരു ശവലുണ്ട് യൂദയുടെ ഭവനത്തിൽ. അവൻ പ്രാർത്ഥിക്കയാവുന്നുവെന്ന്. അവൻ യേശുവിനെ അറിഞ്ഞതാ, യേശുവിന് വെളിപ്പെട്ടു. അപ്പോൾ ഈ കർത്താവ് തന്നെ ശൗലിനെ പറ്റി പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യം എന്താണ്? അവൻ പ്രാർത്ഥിക്കാവുന്നുവെന്ന്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ പ്രാർത്ഥന നീതിമാൻ, ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നുവെന്ന്. അടുത്തതായിട്ട് ദാനിയേലിനെ കുറിച്ചുള്ള സ്വഭാവ സവിശേഷത എന്തെന്ന് വെച്ചാൽ, എല്ലാ സന്ദർഭത്തിലും ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചു. എല്ലാ സന്ദർഭത്തിലും ദാനിയേൽ ദൈവത്തിൽ ഒരുപോലെ വിശ്വസിച്ചു. എല്ലാ സാഹചര്യത്തിലും. നമുക്ക് കൂട്ടുകാരുള്ളപ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വിശ്വാസികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഒരുപക്ഷെ വിശ്വാസം ഉണ്ടായിരിക്കാം. എന്നാൽ ദാനിയേൽ ഇവിടെ ഏകനായിരുന്നു. ദാനിയേലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ രാജാവിന് ദാനിയേലിനോട് സ്നേഹം തോന്നിയെങ്കിലും താൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് രാജാവിന് പിന്മാറുവാൻ കഴിഞ്ഞില്ല. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടിട്ട് രാജാവിന് ഉറക്കം വന്നില്ല. വെപ്പാട്ടികളെയൊക്കെ രാജാവിന് കൊണ്ടുകൊടുത്തു. എന്നിട്ട് രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കം അവനെ വിട്ടുപോയി. അവൻ അധികാരത്തെ എഴുന്നേറ്റ്, ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹത്തിന്റെ ഗുഹയുടെ അടുക്കൽ ചെന്നപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനോട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേല്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവത്തിനെ നിന്നെ വിടിവിക്കുവാൻ കഴിഞ്ഞുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദാനിയേൽ അവിടെ പറയുന്നത്, ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, നിന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. എന്നിട്ട് അവൻ പറയുന്നത്, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അവൻ പറയും, നിന്റെ മുൻപാകെ ഞാൻ വിശ്വസ്തനായിരുന്നു, ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ വിശ്വസ്തനായിരുന്നു. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനൊരു കേടും പറ്റിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയാണ് എല്ലാ സാഹചര്യത്തിലും കർത്താവിൽ വിശ്വസിക്കുന്നവരാണോ? നാം കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തിയും എല്ലാ സാഹചര്യത്തിലും കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുക. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതുപോലെ കാണുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഈ സിംഹത്തെ ആരുണ്ടാക്കി? സിംഹത്തിന്റെ വായ ആരാണ് അടയ്ക്കുന്നത്? എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളും നമ്മുടെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്. ദാനിയേൽ അവിടെ പറയുന്നു, ഇവിടെ എഴുതി, അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനൊരു കേടും പറ്റിയില്ല. നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ സിംഹത്തിന് മുമ്പിൽ നിന്നായിരിക്കില്ല. നമ്മുടെ ഭയത്തിൽ നിന്നും, നമ്മുടെ പാപത്തിൽ നിന്നും, നമ്മുടെ മരണഭയത്തിൽ നിന്നും, നമ്മുടെ വേദനയിൽ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിക്കുവാൻ മതിയായ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ദാനിയേലിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, ദാനിയേൽ ദൈവത്തെയും ദൈവത്തിന്റെ പ്രമാണത്തെയും ആചരിച്ചവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദാനിയേൽ പാപം ചെയ്യാതെ വണ്ണം തന്നെ അശുദ്ധനാക്കാതെ ആദ്യം അവന്റെ ഹൃദയത്തിൽ അവൻ തീരുമാനമെടുത്തു. ദാനിയേൽ താഴ്മയുള്ള മനുഷ്യനാണ്, താഴ്മയുള്ള ഒരു നമ്മുടെ കർത്താവ് താഴ്മയുള്ളവനാണ്.
അവൻ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അവൻ ഏത് സാഹചര്യത്തിലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് പോകുമ്പോൾ ദാനിയേലിന് ഒരു എക്സലന്റ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, ഉത്കൃഷ്ട മാനസനായിരുന്നു. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? സകല അധ്യക്ഷന്മാരിലും ദേശാധിപന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവിന് സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ തീരുമാനിച്ചുവെന്ന്. അതുതന്നെയല്ല നമുക്ക് കാണുവാൻ കഴിയും, ദാനിയേലിന് എല്ലാവരുടെയും പ്രീതി ലഭിച്ചു. ദാരിയാവേശ് രാജാവ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ദാനിയേലിന്റെ ദൈവത്തിന് മുമ്പാകെ സിംഹക്കൂട്ടിൽ നിന്ന് ദാനിയേലിനെ യഹോവ വിടുവിച്ചപ്പോൾ ആ രാജാവോട് പറയുന്ന ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ എല്ലാവരും ഭയഭക്തിയോടിരിക്കണമെന്ന്. ദാനിയേലിൽ കൂടി സത്യദൈവം ആരെന്ന് ആ ജനങ്ങൾ കണ്ടു മനസ്സിലായി. 5 രാജാക്കന്മാരുടെ ഭരണകാലത്ത് ദാനിയേൽ അവിടെ ശുഭമായി വാണുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ഓർക്കണം. നാം കേരളത്തിലാണെങ്കിലും, നാം ഡൽഹിയിലാണെങ്കിലും, നാം അമേരിക്കയിലോ കാനഡയിലോ UK-യിലോ എവിടെയാണെങ്കിലും നാം ഓർക്കണം, നാം ക്രിസ്തുവിലായിരിക്കണം. നാം ക്രിസ്തുവിലാണ്. നാം സ്ഥലങ്ങൾ മാറി വരാം, സാഹചര്യങ്ങൾ മാറി വരാം, എന്നാൽ നാം ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി, ആ പുതിയ ജീവിതം, ആ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന വ്യക്തി, അതിൽ തന്നെ നാം ജീവിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മളെ വിടിയിക്കുവാൻ ദൈവം മതിയായവനാണ്. ഏത് പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചാലും അതിനെല്ലാം കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ വിടിവിക്കുകയും ശുഭകരമായ ഒരു ഭാവി ദൈവം നമുക്ക് തരികയും, അത് തന്നെയല്ല ദാനിയേലിൽ കൂടി ജനങ്ങൾ സത്യദൈവത്തെ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൂടിയും മറ്റുള്ളവർ നമ്മുടെ കർത്താവിനെ അറിയുവാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർത്തു നോക്കാം, നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതം. നാം ക്രിസ്തുവിനായ വ്യക്തികളാണെന്ന്. എന്നാൽ ആ ക്രിസ്തുവിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ ഒരു ശുഭകരമായ ജീവിതം നയിക്കുവാൻ കഴിയുകയും നാം എല്ലാ കാര്യത്തിലും ശുഭകരമായി തീരുകയും നമ്മളെ വിടുവിക്കുകയും നമ്മളിൽ കൂടി കർത്താവ് മഹത്വം എടുക്കുകയും നമ്മളിൽ കൂടി മറ്റുള്ള കർത്താവിനെ കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും കർത്താവിലായിരിക്കാം. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, നന്ദി കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ദാനിയേൽ കർത്താവ് ഒരു അന്യ സ്ഥലത്ത്, ദൈവമേ, എന്ത് പ്രതികൂല സാഹചര്യങ്ങളുള്ള സ്ഥലത്തായിരുന്നു, എന്നാൽ ദൈവത്തെയും ദൈവവചനത്തെയും മറക്കാതെ ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിച്ചു, ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, താഴ്മയോടെ ജീവിച്ചു, എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ മാനിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന് ഉത്കൃഷ്ട മനസ്സനായി ഹല്ലേലൂയ നല്ല ഒരു എക്സലന്റ് സ്പിരിറ്റ് അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മേൽക്കുമേൽ ജയം പ്രാപിച്ചു. ദൈവം അവനോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. അവനിൽ കൂടി ദൈവനാമ മഹിമപ്പെട്ടു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അതിനു വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ എപ്പോഴും ക്രിസ്തുവിനുള്ള ഞങ്ങളുടെ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കി, ഞങ്ങൾ ആരായിരിക്കുന്നെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി പകർന്നു. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും